പുരുഷന്മാർ 2 വെള്ള തുണികൾ മാത്രം പുതച്ച്, സ്ത്രീകൾ അവരുടെ മുഖവും മുൻകൈയും മാത്രം പുറത്തു കാണിച്ച്, പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഒരു മയ്യത്തിനെ ഏതൊരു വസ്ത്രം കൊണ്ടാണോ കഫൻ ചെയ്യുന്നത് അതുപോലത്തെ 2 വസ്ത്രങ്ങളാണ് ഒരു ഹജ്ജ് ചെയ്യുന്ന ഉംറ ചെയ്യുന്ന മനുഷ്യന്റെ ദേഹത്തുണ്ടാകുന്നത്. വലിയ അത്ഭുതമല്ലേ? തുന്നിയിട്ടില്ലാത്ത, തുന്നി പിടിപ്പിച്ചിട്ടില്ലാത്ത നിവർന്ന വസ്ത്രമാണ് അരമുണ്ടായും മേൽത്തട്ടമായിട്ടും അണിയുന്നത്. ആരാണിതിൽ മുതലാളി? ആരുടേതാണ് ബ്രാൻഡഡ്? ആർക്കും അറിയില്ല. ഇത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ മഹ്ശറ എന്തായിരിക്കുമെന്ന് മനുഷ്യന് ഒരു ചെറിയ ബോധം നൽകാൻ അള്ളാഹു സംവിധാനിച്ച ഒരു മിനി മഹ്ശറയാണ് അറഫ എന്ന് പറയുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. മനുഷ്യൻ ഓരോരുത്തരും ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നാണ്, ഒരുപോലെയാണ്. ആ ഒരു നൃത്തം കണ്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ ഫദുല ലിഅറബിയ്യിൻ അലാ അജമി. ഒരു അറബിയും ഞാൻ ഖുറശിയാണ്, ഞാൻ തമീമിയാണ്, ഞാൻ മഖ്സൂമിയാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഇതൊന്നും പറയണ്ട. മനുഷ്യനായി ജനിച്ചു നിങ്ങൾ അറബ് ഭാഷ സംസാരിച്ചു. അറബ് ഭാഷയല്ലാത്ത ആയിരക്കണക്കിന് ഭാഷകൾ ഈ ഭൂമിയിൽ മനുഷ്യൻ സംസാരിക്കുന്നു. അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷ സംസാരിക്കാത്തവനേക്കാളും സ്ഥാനമില്ല. എന്നാ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും സംസാരിക്കുന്നവനോ ഞാൻ അറബിയെക്കാളും മുന്തിയ ആളാണെന്ന് നിങ്ങളും പറയണ്ട. നിങ്ങളുടെ പാസ്പോർട്ടുകൾക്കോ നിങ്ങളുടെ ലാംഗ്വേജുകൾക്കോ ഒരു ക്രെഡിബിലിറ്റിയും ഇവിടെ ഇല്ല. വലാ ലി അജമീൻ അലാ ലി അറബി വലാ ലി അബിയദ് അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ്. വെളുത്ത ഒരു തൊലിയുണ്ടായതിന്റെ പേരിൽ ഞാൻ നിന്നെക്കാളും ഉഷാറാണെന്ന് ഒരു കറുത്തവനെ നോക്കിയിട്ടും ഒരു വെളുത്തവനും ചിന്തിക്കരുത്. നിറമില്ലാത്തൊരു പെണ്ണിനെ കാണുമ്പോൾ നിറമുള്ള ഒരു പെണ്ണും പറയണ്ട നിന്നെക്കാളൊക്കെ മുന്തിയ ആള് ഞാനാണെന്ന്. ഇനി കറുപ്പിനാണ് അഴകെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു കറുത്തവനും വിചാരിക്കേണ്ട വെളുത്തവനേക്കാളും മുന്തിയവൻ ഞാനാണെന്ന്. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇത് പടച്ചവന്റെ സൃഷ്ടികളാണ്. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങൾ ആരുടെയൊക്കെ മനസ്സിലാണോ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ളത് അവര് മാത്രമാണ് ഇന്ന് മുന്തിയവർ. നിങ്ങളുടെ രാജ്യമോ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ വൈകൃതങ്ങളോ നിങ്ങളുടെ പെർഫെക്ഷനോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അൽ ഹജ്ജു അറഫ. ഈ നൃത്തമാണ് ഹജ്ജിനെ ഹജ്ജാക്കി മാറ്റുന്നത്. ഞാൻ മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. സർവ്വ അഹങ്കാരവും ഇറക്കി വെച്ച് പൈസക്കാരനാണ്, എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ വീട് ഇത്ര വലുപ്പമുള്ള വീട്, എൻ്റെ വാഹനത്തിന് ഇത്ര വില, എൻ്റെ ബിസിനസിന്റെ ടേൺ ഓവർ ഇത്ര, ഇതൊന്നും വില പോവില്ല. 2 കഷ്ണം തുണി മതി. 2 കഷ്ണം തുണി. ആ തുണി എടുത്തുകൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ, മിനിമം 30 ലക്ഷമോ 40 ലക്ഷമോ വരുന്ന മനുഷ്യർക്കിടയിൽ ഒരാളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല ആരാണ് ഇയാളെന്ന്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഇഹ്റാമിന്റെ വേഷം അങ്ങനെയാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. എത്ര ദൂരെന്ന് കണ്ടാലും അറിയാൻ പറ്റില്ല. അടുത്ത് വന്നെങ്കിൽ അറിയാം ചിലപ്പോ. എന്തേ? അല്ലാഹുവിന്റെ മുമ്പിൽ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു നിങ്ങളുടെ ദേഹത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. വലാകി യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. പടച്ചവനെ കുറിച്ചുള്ള ബോധം ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. 3 തവണ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ ഈ വാക്ക് പറഞ്ഞത്. എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫയാണ് ഹജ്ജ്. അറഫ അറിയാത്തവൻ എന്ത് ഹജ്ജ് അറിഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ അറഫയുടെ മൈതാനത്ത് നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെരുന്നാൾ ദിവസമായിരുന്നു. خطبنا رسول الله صلى الله عليه وسلم يوم النحر.
എന്താണ് അറഫ? ആ അറഫയുടെ മെസ്സേജ് എന്താണ്? എന്താണ് അറഫ വിളിച്ചോതുന്നത്? ഇന്ന സമാൻ ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. സമയം, ദിവസം, മാസം, ഇത് നമ്മൾ ഇന്ന് കണക്കാക്കി പോകുന്ന കലണ്ടർ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ കലണ്ടർ അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ന് കണക്കാക്കി പോകുന്ന ഇന്നത്തെ ദിവസം, നമ്മൾ ഇന്ന് ഞായറാഴ്ച രാത്രിയാണെങ്കിൽ തിങ്കളാഴ്ച രാവാണെങ്കിൽ അതങ്ങനെ തന്നെയാണോ എന്ന് എന്ത് തെളിവാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഈ ഹദീസാണ്. നാളെ തിങ്കളാഴ്ചയാണെന്നതിന് വല്ല തെളിവുണ്ടോ? ഉണ്ട്, നമുക്ക് തെളിവുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഹബീബ് മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശഅബാൻ മാസം തന്നെയാണ്, വല്ല ഉറപ്പുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? മാറ്റിയിരുന്നു അറബികൾ ഒരു കാലത്ത്. മാസങ്ങളെ, ദിവസങ്ങളെ, ആഴ്ചകളൊക്കെ അങ്ങോട്ടും ഷഫിൾ ചെയ്തിരുന്നവര്. നബി നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ. അല്ലാഹു വെച്ച മാസങ്ങളുടെ ഓർഡറുകളെ തെറ്റിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനത്ത് ജബലുർ റഹ്മയിൽ നിന്നുകൊണ്ട് പ്രഭാഷണം തുടങ്ങുകയാണ്. ഇന്നസ് സമാന ഖദ് ഇസ്തദാർ. കാലം, അതിന്റെ ചക്രം കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയും നമ്മുടെ ഈ സൗരയൂഥത്തിൽ സ്ഥാപിച്ചിട്ട് മനുഷ്യവാസം നൽകിയത് മുതൽ, അതിന്റെ മുമ്പ് മുതൽ എങ്ങനെയാണോ കാലഗണനയെ പടച്ചവൻ നിർണയിച്ചത്, എങ്ങനെയാണോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി പ്രപഞ്ചത്തെ പടച്ചവൻ ഒരുക്കി വെച്ചത്, അതേ സ്ട്രക്ചറിലേക്ക് കാലം, അതിന്റെ കറക്കം തിരിച്ചെത്തിയിരിക്കുന്നു. അൽ-യൗം, ഇന്നത്തെ ദിവസം. എന്നിട്ട് പറഞ്ഞു അസ്സന 12 ശഹ്റാ. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 പരിശുദ്ധമാണ്, പരിശുദ്ധമായ മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വമുഹറം വറജബ് മുളർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ. ഷഅബാനിന്റെയും ജുമാദക്കിടയിലുമുള്ള റജബും പിന്നെ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും, ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. ഒരു വർഷം 12 മാസങ്ങളാണ്. അല്ലാഹു എന്നാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആ തുടക്കത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതേ കറക്കത്തിലേക്ക് ഇന്നത്തെ ദിവസം പ്രപഞ്ചം അതിന്റെ കറക്കം തിരിഞ്ഞെത്തിയിരിക്കുന്നു. ഇനി ആരും അത് മാറ്റരുത്. പ്രവാചകർ കൺഫേം ചെയ്തു വെച്ചു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ 10 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് എന്തായിരുന്നുവെന്ന് സംശയങ്ങൾ ഉണ്ടാകാമെന്നാൽ ഇവിടം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ദിവസങ്ങളെ, ആഴ്ചകളെ, മാസങ്ങളെ അല്ലാഹു കണക്കാക്കി ഈ കൃത്യമായ രീതിയിൽ മനുഷ്യർ കണക്കാക്കി പോരണം. കലണ്ടർ നിബിധങ്ങൾ സാക്ഷ്യപ്പെടുത്തി തന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു സംശയമല്ലേ? നാളെ തിങ്കളാഴ്ച തന്നെയാണോ? തിങ്കളാഴ്ചക്ക് അറിയോ? നമ്മൾ പറയുന്നല്ലേ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും പറയുന്നു നാളെ തിങ്കളാഴ്ചയാണ്. എന്താ തെളിവ്? ആരാ അതിന് തെളിവ് പറയാ? ആർക്കും പറയാൻ പറ്റൂല. 17 ബില്യൺ കൊല്ലം മുമ്പ് അതുണ്ടായി. ആരും തിരുത്തൂല. അത് 17 ബില്യനായി, 17 അല്ല 16 ഉണ്ടായിട്ടുള്ളൂ. ആരും ഇല്ലല്ലോ അന്ന്. ആര് തിരുത്താൻ? ഡൈനോസറുകൾ ഉണ്ടായിരുന്നൊരു ഷേപ്പ് ഇന്നതായിരുന്നു. ആ ഡൈനോസറിന്റെ ഷേപ്പ് പൂച്ചനെ പോലെ ഒന്നും ആരെങ്കിലും പറയാൻ പോവോ? ഇല്ല. അതാ ആരും കണ്ടിട്ടില്ല. ആരും ഇതിനെ നിഷേധിക്കാനും പോകുന്നില്ല, അംഗീകരിക്കാനും പോകുന്നില്ല. ആർക്കും വിളിച്ചു പറയാം. മനുഷ്യൻ ആക്സസ് ഇല്ലാത്തൊരു കാലഘട്ടത്തെയായി പറയുന്നത്. ഇത്രയായിരം ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് വിസ്ഫോടനം ഉണ്ടായി. ആ നമ്പറിന് ആരും തിരുത്താൻ പോവില്ല. എന്തിന് തിരുത്തിയിട്ട് എന്ത് കാര്യം? എന്ത് തെളിവാണ്? അവരുടെ തെളിവില്ല, നമുക്കും തെളിവില്ല. കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഗണനയെ കണക്കാക്കുന്ന ഈ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് എത്ര കാലം വരെ അത് ആക്യുറേറ്റ് ആണ്, അതിനപ്പുറത്തേക്ക് അത് ആക്യുറേറ്റ് ആണെന്ന് നമുക്കറിയില്ല. പക്ഷേ പുണ്യനബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, അയ്യു ഷഹരിൻ ഹാദാ, ഈ മാസം ഏതാണ്?
ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം. സ്വഹാബികൾ വിചാരിച്ചു പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണത്, പക്ഷേ നബി ഞങ്ങൾ അതിനെ വേറൊരു പേരിട്ട് വിളിക്കുകയായിരിക്കുമോ? ഞങ്ങൾക്കറിയില്ല നബിയേ. അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലയോ? ഖുൽനാ ബലാ, അതേ നബിയേ. അയ്യു ബലദിൻ ഹാദാ, ഈ നാടേതാണ്? ഇത് റസൂല് ചോദിക്കുമ്പോൾ നമ്മൾ അറിയണം, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്നത് 1,23,000 സ്വഹാബികളാണ്. എന്തായിരിക്കുമെന്നത്തെ അറഫ മൈതാനത്ത്, ആ ജബലുർ റഹ്മയുടെ ഇപ്പം നമ്മൾ കാണുന്ന ആളുകൾക്ക് നടക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു മൈതാനത്ത് ഒരു പക്ഷേ 5,000 പേർക്ക് 10,000 പേർക്കൊക്കെ നിൽക്കാൻ പറ്റിയേക്കാം. 1,23,000 സ്വഹാബിമാർ ഹബീബിന്റെ ഈ സംസാരം ഒരു മൈക്കില്ലാതെ കേൾക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൗണ്ട് സിസ്റ്റവുമില്ലാതെ സംസാരിച്ചാൽ 2.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കാമായിരുന്ന ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ഹബീബിന്റെ എളാപ്പയായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അവരൊരു മുബല്ലിഗ. വേറെയും സഹാബിമാർ ഹബീബ് പറയുന്നത് പിറകിലോട്ട് പറഞ്ഞു കൊടുക്കും. പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാൻ കഴിയുന്ന നിശബ്ദതയിൽ സ്വഹാബിമാർ അന്ത്യപ്രവാചകരെ കേൾക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേതാണ് നാട്? ഞങ്ങൾ അപ്പോഴും വിചാരിച്ചു ഈ നാടിന് അല്ലാഹുവിൻ്റെ ഹബീബ് വേറൊരു പേര് കൊടുക്കുന്നുണ്ടാകും. അലൈസത്തിൽ ബൽദത്തൽ ഹറാം, ഇത് പരിശുദ്ധമായ ഹറമിന്റെ പ്രദേശമല്ലയോ? ഖുൽനാ ബലാ, അതേ നബിയേ. ഫഅയ്യു യൗമിൻ ഹാദാ, ഈ ദിവസമേതാണ്? ഞങ്ങളും വിചാരിച്ചു ഇത് വേറെ ദിവസത്തിന്റെ പേര് വല്ലതും നബി തങ്ങൾ നിർദ്ദേശിക്കുകയാകുമോ? ഞങ്ങൾ നിശബ്ദരായിരുന്നു. അലൈസ യൗമൻ നഹർ, ഇത് പെരുന്നാൾ ദിവസമല്ലയോ? ദുൽഹിജ്ജ 10 അല്ലയോ? അറഫ കഴിഞ്ഞ് പിറ്റേ ദിവസം അറഫയുടെ മൈതാനത്ത് നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ആ ഒരു പ്രഭാഷണം അവസാനത്തെ ഖുതുബത്തുൽ വദാഇ നിർവഹിക്കുകയാണ്. ഈ നാടേതാണ്? പരിശുദ്ധമായ ഹറം. ദിവസമേതാണ്? ബലിപെരുന്നാൾ ദിവസം. ഇബ്രാഹിം നബി അല്ലാഹുവിന് വലിയൊരു ത്യാഗം കാഴ്ചവെച്ച ദിവസം. മാസമേതാണ്? ദുൽഹിജ്ജ മാസം. ഇന്ന ദിമാഅക്കും, ഇനി പറയാനുള്ളതിന്റെ ആമുഖങ്ങളായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാം കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. സ്വഹാബികളെ, നിങ്ങൾ അറിയണം, ഇന്ന ദിമാഅക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം, നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാം അലൈക്കും ഹറാം, നിങ്ങൾ ഓരോരുത്തർക്കും ഹറാമാണ്. ഇത് പവിത്രമുള്ളതാണ്. ഓരോരുത്തരുടെയും അഭിമാനം പവിത്രമുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഹുർമത്ത് അത് തച്ചുടക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാളുടെ സമ്മതമില്ലാതെ, പൂർണ്ണ ത്വീബുൻ നഫ്സില്ലാതെ എടുക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യനെയും ദേഹോപദ്രവം ചെയ്യാൻ അല്ലാഹു നിങ്ങൾക്ക് അധികാരമോ അവകാശമോ തന്നിട്ടില്ല. ആരുടെയും അഭിമാനമോ സമ്പത്തോ ശരീരമോ നിങ്ങൾ അതിക്രമിക്കരുത്. ഏതുപോലെ കഹുറുമതി ഹാദാ, ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പരിശുദ്ധി പോലെ. മുഅ്മിനീങ്ങളുടെ അഭിമാനം പരിശുദ്ധമാണ്. അതുകൊണ്ട് ആരുടെയും അഭിമാനത്തിന് കേടുവരുന്നത് പറയരുത്, എഴുതരുത്, പ്രചരിപ്പിക്കരുത്, തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. ഹജ്ജ് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ പാഠം ഹബീബിന്റെ ഈ ഉണർത്തലുകളാണ്. മുസ്ലിം ആരാണെന്ന് മനസ്സിലാക്കി തരികയാണ് നബി തങ്ങൾ. പാപികളായിരിക്കാം, തെറ്റുകാരായിരിക്കാം,
നമ്മളെക്കാളും വിവരം കുറഞ്ഞവരായിരിക്കാം, കൂടിയവരായിരിക്കാം, അവർ സാധാരണക്കാരായിരിക്കാം, അവർ സയ്യിദന്മാരോ തങ്ങന്മാരോ ആയിരിക്കാം, കൂലിപ്പണിക്കാരായിരിക്കാം, പണ്ഡിതന്മാരാവാം, മുതഅല്ലിമീങ്ങളാകാം. ഒരാളുടെയും ഇസ്സത്തിന് കോട്ടം വരുന്ന ഒരു വാക്ക് ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വന്നു പോകരുത് എന്ന് ഒരു നാടിനെ, ഒരു ദിവസത്തെ, ഒരു മാസത്തെ സാക്ഷി നിർത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ പ്രഖ്യാപനം തുടർന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസതൽഖൗന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. വല്ലാത്ത പ്രസംഗമാണ് ഹബീബിൻ്റെ. ഫയസ്അലുക്കും അൻ അമാലിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് അല്ലാഹു നിങ്ങളോട് നാളെ ചോദിക്കും. അലാ ഫലാ തർജിഉ ബഅദി കുഫാറൻ ഔ ദുല്ലാലൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മരിച്ചുപോയാൽ എൻ്റെ പിറകെ ഞാനില്ലാത്തൊരു സമയത്ത് നിങ്ങൾ പരസ്പരം തല്ലുകയോ പരസ്പരം അടിപിടി കൂടുകയോ കൊലപാതകം ചെയ്യുകയോ ചെയ്തിട്ട് വഴിതെറ്റിപ്പോകുന്നവരായി നിങ്ങളാരും മാറരുതേ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. ഉണർത്തലുകൾ. എന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലയോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം, അതേ നബിയേ. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. ഞാൻ എൻ്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അടിപിടി കൂടരുത്, നിങ്ങൾ സംഘട്ടനമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, വിഭജനങ്ങൾ ഉണ്ടാക്കരുത്. മനുഷ്യർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു ഒരുമയെ, ഒരു ഒത്തൊരുമയെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും ചെയ്യരുത്. അത് തർക്കങ്ങളിലേക്ക് വരും, തർക്കങ്ങൾ പിന്നെ കൊലപാതകങ്ങളിലേക്ക് വരും. അതിനൊക്കെ കാരണമാകുന്നതോ നിങ്ങൾ മനുഷ്യന്റെ അഭിമാനം ഹനിക്കുന്നതാണ്, പരസ്പരം ചീത്ത വിളിക്കുന്നതാണ്, പരസ്പരം പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നതാണ്. അത് സാധാരണക്കാര് പറയരുത്, പണ്ഡിതന്മാര് പറയരുത്, നേതാക്കന്മാര് പറയരുത്, മുതഅല്ലിമീങ്ങൾ പറയരുത്. അത് പറയുന്നത് കേൾക്കുക പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ആദർശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ വിളംബരമാണ്. മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ആദരവ്. ഓരോ മനുഷ്യനും സ്വത്വമുണ്ട്, ഓരോ മനുഷ്യനും അഭിമാനമുണ്ട്. അവൻ ഏത് ജാതിയോ ഏത് തൊലി നിറമോ ആകട്ടെ, ഏത് രാജ്യക്കാരനോ ഏത് ഭാഷയോ സംസാരിക്കട്ടെ, അള്ളാഹുവിന്റെ മുമ്പിൽ അവരൊക്കെ അവന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ ശ്രേഷ്ഠന്മാരാണ്. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുതേ. അലാ ഫലാ തർജിഉ ബഅദി കുഫാറൻ ഔ ദുല്ലാലൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. നിങ്ങൾ പരസ്പരം അടിപിടി കൂടുന്നവരായി എൻ്റെ പിന്നിൽ മാറിപ്പോകരുത്. നമ്മളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ വാക്ക് ഇന്നത്തേക്ക്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തേക്ക് നിബിധങ്ങൾ പറഞ്ഞതുപോലെ തോന്നുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മഉ മിന്നി തഉ, സ്വഹാബികളെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ. അത് ഹബീബിന്റെ വലിയൊരു പ്രഖ്യാപനമാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. അലാ ലാ തദ്ലിമു, അറിയണേ, നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത്, നിങ്ങൾ ആരും ആരെയും അതിക്രമിക്കരുത്. അലാ ലാ തദ്ലിമു, അലാ ലാ തദ്ലിമു. അടിപിടികൾക്ക് പോകണ്ട, ഗുണ്ടായിസത്തിന് പോകരുത്, വാടക ഗുണ്ടകളായി പോവണ്ട. മനുഷ്യരെ നിങ്ങൾ ആക്രമിക്കരുത്, കയ്യൂക്കുണ്ട് എന്ന് വിചാരിച്ച് കൈക്കരുത്ത് കാണിക്കരുത്. നിങ്ങൾ ആരും ആരെയും ആക്രമിക്കരുത്, ആരെയും ആക്രമിക്കരുത്, ആരെയും ആക്രമിക്കരുത്. ലോകത്തിന്റെ ഗുരു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജനങ്ങളോട്, ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളോട് യാത്ര ചോദിക്കുന്ന അവസാനത്തെ പ്രഭാഷണമാണിത്. യാത്ര ചോദിച്ചു പോവാണ്. തങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കണമെന്നോ, തങ്ങൾക്ക് വേണ്ടി ഇവിടെ കലാപമുണ്ടാക്കണമെന്നോ ഒന്നുമല്ലല്ലോ നബി ഞങ്ങൾ പറയുന്നത്. എത്ര സമാധാനത്തിന്റെ വാക്കുകളാണത്. അലാ
ഇസ്മഉ മിന്നി തഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. അലാ ലാ തദ്ലിമു, അലാ ലാ തദ്ലിമു, അലാ ലാ തദ്ലിമു, നിങ്ങൾ അതിക്രമം ചെയ്യരുത്. ഇന്നഹു ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിത്വയ്യിബി നഫ്സിൻ, ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്നതല്ലാതെ നിങ്ങൾക്ക് സ്വീകരിക്കുക പാടുള്ളതല്ല. ഒരാൾ തൃപ്തിപ്പെട്ട് തരുന്നത് അതേ സ്വീകരിക്കാൻ പാടുള്ളൂ. വീണ്ടും പറഞ്ഞു, അലാ ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. വീണ്ടും പറഞ്ഞു, അടികൂടരുത്, തമ്മിൽ തല്ലുണ്ടാക്കരുത്, വിഭജനങ്ങൾ ഉണ്ടാക്കരുത്, എന്റെ കാലശേഷം നിങ്ങൾ വിഘടിച്ചു പോകരുത്. അലാ ഇന്ന ശൈത്വാന ഖദ് യഇസ അൻ യഅബുദഹൽ മുസല്ലൂൻ. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുന്ന മുസല്ലിമാർ, നിസ്കരിക്കുന്ന ആളുകള്, ആ ആളുകള് ഇനി ഒരിക്കലും പിശാചിനെ ആരാധിക്കില്ല എന്ന് പിശാചിനറിയാം. പിശാച് നിരാശയിലാണ്. ഇവരാരും പോയി ബിംബാരാധന ചെയ്യൂല. ഈ നിസ്കരിക്കുന്ന ഒരു മനുഷ്യരും പോയിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ബഹുദൈവ ആരാധനയല്ല. വലാകിന്നഹു റളിയ ഫിത്തഹ്രീശി ബൈനകും, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടായി ഉരസലുണ്ടാക്കാൻ അവൻ പരിശ്രമിക്കും. അതിൽ നിങ്ങൾ വീഴുകയും ചെയ്യും. അത് ഞങ്ങളാണ് ശരി, നിങ്ങളെ തെറ്റ്, ഞങ്ങളാണ് ന്യായം, നിങ്ങളുടേത് അന്യായം എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഫിത്തഹ്രീശി ബൈനകും, നിങ്ങൾക്കിടയിൽ അടിപിടിയും സ്വരച്ചേർച്ച ഇല്ലായ്മയും അവൻ ഉണ്ടാക്കും. നിങ്ങളെ കൊണ്ട് ബിംബാരാധന അവൻ ചെയ്യിപ്പിക്കില്ല. അവനറിയാം നിങ്ങളത് ചെയ്യില്ലെന്ന്, പക്ഷേ നിങ്ങൾ അടിപിടി കൂടും. എത്ര സത്യമാണ് ഹബീബിന്റെ വാക്ക്, എത്ര സത്യമാണിത്. നമ്മളിത് കേൾക്കാത്തത് കൊണ്ടാണോ, അറിയാത്തത് കൊണ്ടാണോ, കേട്ട് മറന്നുപോയിട്ടാണോ? പിന്നെ പറഞ്ഞു നബി, ഞങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫഇന്നഹുന്ന ഇൻദകും അവാൻ, നിങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാർ. അതുകൊണ്ട് നിങ്ങളവരെ ശ്രദ്ധിച്ച് കരുതലോടെ, ആ ഭാര്യമാരെ ശ്രദ്ധയോടെ നിങ്ങൾ പരിപാലിച്ചു കൊണ്ടുവരണം. ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ നാമം ചൊല്ലിയുള്ള നിക്കാഹിലൂടെയാണ് നിങ്ങൾ ആ പെണ്ണിനെ സ്വീകരിച്ചിരിക്കുന്നത്. പടച്ചവനതിന് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു കടുത്ത ഉടമ്പടിയിലാണ് അവിടെ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ഉടമ്പടിയിൽ നിങ്ങൾ സ്വീകരിച്ച നിങ്ങളുടെ പെണ്ണുങ്ങൾ, നിങ്ങളുടെ സഹധർമ്മിണിമാർ, നിങ്ങളുടെ മക്കളുടെ ഉമ്മമാർ, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണേ, അവരെ ശ്രദ്ധിക്കണേ. ഇത് ദുൽഹിജ്ജയിലാണ് നബി നിങ്ങൾ പറയുന്നത്. ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസമാണിത്. ദുൽഹിജ്ജ അവസാനിച്ചു. അത് കഴിഞ്ഞ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 3 മാസമാണ് ഇനി ബാക്കിയുള്ളത്. നബി തങ്ങൾക്ക് ലോകത്തോട് വിട പറയാൻ. 3 മാസം കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിട പറഞ്ഞ അന്ത്യപ്രവാചകർ ഈ പ്രഭാഷണം തുടങ്ങും മുമ്പ് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമികും ഹാദാ ഫീ മഖാമി ഹാദാ. ഇതുപോലെ ഇനി ഒരു അറഫയിൽ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കലൂടെ ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് അന്ത്യപ്രഭാഷണമാണ്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കണമെന്നില്ല. ഇനി ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തങ്ങൾ പറയുമ്പോഴേ ഒരസുഖം പോലുമില്ലാതെ, വടിവത്ത ശരീരം, ഒരു കുടവയറ് പോലുമില്ലാതെ, ഒരു പനി പോലുമില്ലാതെ ഹബീബാനബി തങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന 63ാമത്തെ വയസ്സിലാണ് പുണ്യനബി തങ്ങൾ ഈ വാക്കുകളൊക്കെ പറയുന്നത്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ഉമ്മത്തിന്റെ ഐക്യമാണ് വീണ്ടും 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 പറഞ്ഞത്. അടിപിടി കൂടരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യംലികുന ലിഅൻഫുസിഹിന്ന ശൈആ. ആ പെണ്ണുങ്ങൾ നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ അടി തടുക്കാനുള്ള കൈക്കരുത്തവർക്കുണ്ടാവണമെന്നില്ല. നിങ്ങൾ ഇറക്കി വിട്ടാൽ അവർക്ക് കയറി ചെല്ലാൻ ഇടമുണ്ടാകണമെന്നില്ല. ആ പെണ്ണുങ്ങൾക്ക് ദൗർബല്യമുണ്ടാവാം, അവർക്ക് ദുർബലതയുണ്ടാവാം. ആ പെണ്ണുങ്ങൾക്ക് ആശയും ആശ്രയവും അഭയവും
ഭർത്താക്കന്മാരായ നിങ്ങൾ അള്ളാഹുവിനെ വെച്ച് കൊടുത്തതാണ് അവർക്ക് വാക്ക്. ആ വാക്ക് നിങ്ങൾ പാലിക്കണേ. വഇന്ന ലഹുന്ന അലൈക്കും ഹഖ്ഖാ, എന്നാൽ ആ വഇന്ന ലഹുന്ന അലൈക്കും ഹഖ്ഖാ, ആ പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ വകവെച്ചു കൊടുത്തേ പറ്റൂ. വലക്കും അലൈഹിന്ന ഹഖ്ഖാ, എന്നാൽ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് വകവെച്ചു കൊടുക്കേണ്ടതും ഉണ്ട്. അത് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് വകവെച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് പറഞ്ഞു, വിശദീകരിച്ചു, വഹഖ്ഖുകും അലൈഹിന്ന, ഒരു പെണ്ണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാ യൂതി അന്ന ഫുറുഷകും അഹദൻ ഗൈറകും, വിവാഹം ചെയ്ത് നിങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താവല്ലാതെ മറ്റൊരാൾ തൊടാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഒരു വലിയ പാഠമാണിത്. നിങ്ങളുടെ ഭർത്താവ് പ്രവാസിയാകാം, നാട്ടിലാകാം, യാത്ര പോകുന്ന ആളാകാം. നിങ്ങളെ ശാരീരികമായി നിങ്ങളുമായി കൂടെ ശയിക്കാനുള്ള അവകാശവും അധികാരവും അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിങ്ങളുടെ ഭർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനല്ലാതെ നിങ്ങളുടെ ശരീരം നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിലും പോയി നിങ്ങളുടെ ശരീരം അടിയറവ് പറയരുതേ, നിങ്ങളിത് ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇതൊരു പെണ്ണ് തിരിച്ച് തന്റെ ഭർത്താവിനോട് ചെയ്യേണ്ട കടമയാണ്, ചെയ്യാൻ പാടില്ല. തന്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലേക്ക് ആ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളുകളെ നിങ്ങൾ അകത്തേക്ക് കയറ്റുകയും ചെയ്യരുത്. ഭർത്താവ് പറയാൻ, ആൾ വരുന്ന എനിക്ക് ഇഷ്ടമല്ല മോളെ, പിന്നെ നിങ്ങളായിട്ട് വാതിൽ തുറന്ന് കയറ്റാൻ പാടില്ല. ഇത് ഭർത്താവിന്റെ അവകാശമാണ്. അള്ളാഹുവിന് പൊരുത്തക്കേടുള്ള കാര്യം ഭർത്താവ് പറയാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഇന്ന ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ലെന്ന് തൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട്, ഭാര്യ ഏൽപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഭർത്താവ് പാടില്ലെന്ന് പറഞ്ഞവരെ അവിടേക്ക് കയറ്റുകയും ചെയ്യരുത്. തൻ്റെ ശരീരം മറ്റൊരാൾ തൊടുന്ന അവസ്ഥയും ഒരു പെണ്ണുണ്ടാക്കി കൊടുക്കരുത്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, അറഫാ മരുഭൂമി അല്ല, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭൂമികയാകെ കൊടുമ്പിരി കൊണ്ട ത്രസിച്ചുപോയ അന്ത്യപ്രഭാഷണമാണിത്. ഖുത്ബത്തുൽ വിദാ. ഇത് മനുഷ്യാവകാശങ്ങളുടെ, കുടുംബങ്ങളുടെ, മനുഷ്യത്വത്തിന്റെ, മാനുഷികതയുടെ പ്രഖ്യാപനമാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെയും മറ്റും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോക മനുഷ്യരെ ഉദ്ധരിച്ച നബി ഞങ്ങൾ പറയുന്നത്, ലോക മനുഷ്യർ, വളരെ കോംപ്രഹെൻസീവായ ടേമുകളാണ് പ്രവാചകർ ഉപയോഗിക്കുന്നത് ഇവിടെ, മുസ്ലിമീങ്ങളോട് മാത്രമല്ല ഇത്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, ഓ പീപ്പിൾ, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിൽ മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, അറബിയുണ്ട്, അനർബിയുണ്ട്, എല്ലാവരോടുമായി പറയാം. എന്തേ കാരണം എന്നറിയോ? പ്രവാചകർ മുസ്ലിമീങ്ങൾക്ക് മാത്രം വന്ന നബിയല്ല, പിന്നെയോ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി വന്ന റസൂലാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവായ പടച്ചതമ്പുരാൻ ഒരേ ഒരുത്തൻ മാത്രമാണ്. നിങ്ങൾ എവിടെ പോയി ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കെ എവിടെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഉടമസ്ഥൻ ഏകനായ അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വഅബാകും വാഹിദ്, നിങ്ങളാരും കുരങ്ങുകളിൽ നിന്നുണ്ടായതല്ല, നിങ്ങളുടെ പിതാവ് ഒരേ ഒരാളാണ്, ആദം അലൈഹിസ്സലാമാണ്, ചിമ്പാൻസികളല്ല. അലാ അറിയണേ, ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബി അറിയുന്നവന് അറബി അറിയാത്തവനേക്കാളോ, അറബി അറിയാത്തവന് അറബിയേക്കാളോ സ്ഥാനമില്ല. വലാ ലി അസ്വദ അലാ അഹ്മറ, വെളുത്തവനേക്കാൾ കറുത്തവനോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു സ്ഥാനവുമില്ല. ഇല്ലാ ബിത്തഖ്വാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ മുഴുവൻ അഭിസംബോധനം ചെയ്ത് ആരാണ് മുസ്ലിം, ആരാണ് മുസ്ലിം? യാ അല്ലാഹ്,
നബി പറയാ, ഇമാം തബറാനിയുടെ റിവായത്തിൽ ഇങ്ങനെ ഒരു ഏറെയുമുണ്ട് ഖുത്ബത്തുൽ വിദാഇൽ. അലാ ഉഹദ്ദിതുകും അനിൽ മുസ്ലിം. 23 വർഷം ആരാണ് മുസ്ലിം, ആരാണ് മുഅ്മിൻ എന്ന് ദഅവത്ത് ചെയ്ത നബിയാണ്. അറഫയുടെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ആരാണ് മുസ്ലിം എന്ന്, ഇനി മരിക്കാൻ പോകുന്ന വഫാത്തിനോട് അടുത്ത് നിൽക്കുന്ന ഇസ്ലാം പൂർത്തിയായി എന്ന ആയത്തിറങ്ങിയതിന് ശേഷം ആരാണ് മുസ്ലിം എന്ന് നിബിധങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ. നമ്മളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആള് അല്ലേ? അതൊരർത്ഥമാണ്. അതോടുകൂടെ ഒരാൾ ഷഹാദത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹി തങ്ങൾ വിഭാവനം ചെയ്ത മനുഷ്യനായ അയാൾ മാറുന്നുണ്ടോ? അയാൾ എല്ലാവിധ തോന്നിവാസം ചെയ്യും, ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്, ഇതാണോ മുസ്ലിം? അല്ല. അന്ത്യപ്രഭാഷണത്തിൽ നബി തങ്ങൾ ചോദിക്കുകയാണ്. ഇതൊക്കെ കൺക്ലൂഷനാണ്. ഇസ്ലാം ഇൻ എ നട്ട്ഷെൽ, വളരെ ചുരുങ്ങിയ ക്യാപ്സ്യൂളുകളിൽ ഇസ്ലാമിനെ 1,23,000 വരുന്ന ഓഡിയൻസ്, അവരോടൊക്കെ പറഞ്ഞു ഇവിടെ വന്നവർ, ഇവിടെ വരാത്ത ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് സഹാബികൾ നാടുവിട്ട് യാത്ര പോയത്. 1,23,000 സഹാബിമാർ. മുത്തനബി തങ്ങൾ ഇത് മറ്റു നാടുകൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ 23,000-ൽ 10,000 സഹാബിമാർ ജസീറത്തുൽ അറബിൽ നിന്നു. ബാക്കി 1,13,000 സഹാബിമാർ അറേബ്യൻ ഉപദ്വീപിന്റെ പുറത്താണ് പോയി വഫാത്തായിരിക്കുന്നത്. സഹാബിമാരുടെ ഖബർ നോക്കിയാൽ 10,000 സഹാബിമാരിൽ താഴെയാണ് ജസീറത്തുൽ അറബിലുള്ളത്. മക്കയിലും മദീനയിലും തബൂക്കിലും റിയാദിലൊക്കെ നോക്കിയാൽ 10,000 സഹാബത്തിൽ താഴെയാണ്. ബാക്കി 1,23,000 ഹജ്ജിന് വന്നവർ മാത്രമുണ്ട്. ഇന്ത്യയിൽ വന്നു, ഇന്തോനേഷ്യയിൽ വന്നു, ചൈനയിൽ പോയി, സ്പെയിനിൽ പോയി, ഇറാഖിലെത്തി, പേർഷ്യയിലെത്തി, മാവറ അൻ നെഹറിലേക്ക് പോയി, യമനിലെത്തി, സിന്ധിലേക്ക് പോയി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത് 1,13,000 സഹാബിമാർ. അവർക്ക് യാത്ര പോയവരാണ്. അവരുടെ ഖബർ എവിടെയാണെന്ന് മിക്കത് നമുക്കറിയില്ല. അവര് അറേബ്യയിലല്ല വഫാത്തായത്. ഹബീബിന്റെ ഒരൊറ്റ വാക്കാണ്, അലാ ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇവിടെ വന്ന മുഴുവൻ ആളുകളും ഇവിടെ വരാത്ത തലമുറകൾക്ക് ഈ സംഭവം എത്തിച്ചു കൊടുക്കണം. അതാണ് ഇവരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ വന്നവരാണ് കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയിൽ കിടക്കുന്ന മഹത്തുക്കള്, ശ്രീകണ്ഠാപുരത്ത് കിടക്കുന്ന, തലശ്ശേരിയിലെ ശ്രീകണ്ഠാപുരത്ത് കിടക്കുന്ന സുഹാബിമാർ, നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ വന്ന സുഹാബിമാർ. അവരിൽ ചിലർ കൊയിലാണ്ടി കൊല്ലത്ത് വന്നവരുണ്ട്, കൊടുങ്ങല്ലൂരിലും പരിസരങ്ങളിലും വന്നവരുണ്ട്, ഇന്ത്യയിലെ നോർത്തേൺ സ്റ്റേറ്റുകളിൽ വന്നവരുണ്ട്. മുത്തുനബി തങ്ങളുടെ ആ പ്രഖ്യാപനം കേട്ടു പോന്നവരാണ്. ഹബീബ് ചോദിക്കുകയാണ്, മുസ്ലിം, ആരാണ് മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അന്ത്യപ്രവാചകരുടെ അന്ത്യപ്രഭാഷണത്തിന്റെ അവസാന ഭാഗം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നാവുകൊണ്ടോ തൻ്റെ കരുത്തുകൊണ്ടോ ഉപദ്രവം ചെയ്യാത്തവനാണ് മുസ്ലിം.